ഇത് എണ്ണപ്പന. എണ്ണപ്പന എന്ന് പറയുമ്പം ഇതിൽ നിന്നുള്ള കാ പറിച്ചിട്ടാണ് ഇതിനെ ആട്ടിയാണ് ഓയിൽ ഇത് ഓയിൽ ഫാം എന്നാണ് പറയൽ. ഇത് ഫാം ഓയിൽ എണ്ണയില്ലേ, ഫാം ഓയിൽ എണ്ണ കിട്ടുന്നതിന് ഇതൊക്കെ ഞങ്ങളിത് വലിയ മരമാണ് ഇതെണ്ണ. അപ്പോൾ ഞങ്ങൾ ചെറുതിലെ എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു 12 വയസ്സ് 13 വയസ്സൊക്കെ പ്രായമുള്ള സമയത്ത് ഇവിടെ തൈകൾ വെച്ച് നട്ട് പിടിപ്പിച്ചതാണ്. ഇപ്പോൾ ഏകദേശം 40-42 വർഷത്തോളം പഴക്കമുള്ള മരങ്ങളാണിത്. 42 വർഷം പഴക്കമുള്ള മരമാണിത്. അപ്പോൾ ഇത് അന്ന് ഞങ്ങൾ ഇവിടെ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇത് ഞങ്ങൾ താഴ്ഭാഗത്ത് നിന്ന് നമ്മൾ കൈയെത്തി പറിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇതിനെ കാ പറിച്ചിട്ട് ഇങ്ങനെ കുറച്ച് വായിലിട്ട് ചവച്ച് തുപ്പും. ഒരു രസമാണ് അതിനെ കാണാൻ. ഈ കണ്ടാൽ ഈത്തപ്പഴം മാതിരി ഉണ്ടാകല്. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ചകിരിയാണ്. ചകിരിയും അതിൻ്റെ ചകിരിച്ചോറുമാണ്. ആ ചകിരിച്ചോറാണ് ശരിക്കും അതിൻ്റെ എണ്ണ എടുക്കുന്നത്. അതിനകത്ത് നമ്മൾ സാധാ തേങ്ങ പോലെ ചെറിയൊന്നാണ്, പക്ഷെ അതിൽ നിന്നൊന്നും കിട്ടത്തൊന്നുമില്ല. അത് ചെറിയൊരു കൊട്ടത്തേങ്ങ പോലെ ഒരു ചെറിയൊരു എന്താവുള്ളൂ. പക്ഷേ അതിൻ്റെ ചതയാണ് ഇത്. അതിൻ്റെ ചകിരിയും അതിനുള്ള ചോറും അടങ്ങിയ സാധനമാണ് ഇത്. നമുക്ക് എന്ത് ചെയ്യാനാണ് അതിനെ ആട്ടിയിട്ട് പിന്നെ എണ്ണ എടുക്കുന്നത്. അതിപ്പോൾ നമ്മളല്ലാതെ തന്നെ പച്ച കാ പറിച്ചിട്ട് കൊണ്ടുവന്ന് നമ്മൾ പിന്നെ ഈ ചട്ടിയിലിട്ടിട്ട് ചൂടാക്കിയാലും ശരിക്കും എന്നിട്ട് അതിനെ പുഴിഞ്ഞാൽ എണ്ണ കിട്ടും. അങ്ങനെ കറക്റ്റ് എണ്ണ പോലെ ഇറ്റ് വീഴും. അപ്പോൾ അങ്ങനെ എണ്ണ അതിങ്ങനെ പറിച്ച് പല ഐറ്റംസ് കാകളുണ്ട്, പല രീതിയിലുള്ള കാകളുണ്ട്. ആ കാകളൊക്കെ പറിച്ച് കഴിക്കാൻ നല്ല രസമാണ്. കുട്ടിക്കാലത്ത് നമുക്കത് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ പറിച്ചിട്ട് നമ്മൾ കഴിക്കുമായിരുന്നു. ഇത് ഭയങ്കര മുള്ളുള്ളതാണ്. നമുക്ക് ശരിക്ക് കാ പറിക്കുമ്പോഴൊക്കെ കൈ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈയിൻ്റെ ഞോറിലൊക്കെ ഈ മുള്ള് ശരിക്ക് തറയ്ക്കും. ഇങ്ങനെ കിലോമീറ്ററോളം ദൂരത്തിൽ നമ്മൾ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ വളരെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കണം. ഇപ്പോൾ വലിയ മരങ്ങളായതുകൊണ്ട് ഇങ്ങനെ അപ്പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ല. തൈ ഉള്ള സമയത്ത്, അതായത് ചെറിയ മരമായിരുന്ന സമയത്ത് ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പം നല്ല കണ്ണെത്താ ദൂരത്തേക്ക് ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിരിക്കുന്ന തൈകളെ, കുന്നുകളും മലമേടുകളൊക്കെ കാണാൻ പറ്റും. ഇത് സർക്കാരിൻ്റെ വനഭൂമിയാണ്. ഒരുപാട് ഏക്കറുണ്ട്, കുറേ കാട്. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ആനകളും ഒക്കെ ഉള്ള വളരെ വലിയ കാടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഇവിടെ കാടായിരുന്നു. ഇവിടെ വലിയ വലിയ മരങ്ങളായിരുന്നു. ഈ മരങ്ങളൊക്കെ വെട്ടിത്തെളിച്ചാണ് ഇവിടെ ഇങ്ങനെ എണ്ണപ്പനാക്കിയത്. 4 ചുറ്റും ഇങ്ങനെ നോക്കിയാലുണ്ടോ, ഞാൻ എൻ്റെ കുറച്ച് സെൻട്രലായിട്ട് വന്ന് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ 4 പാടും ഇതുപോലെ ഇങ്ങനെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. ആരെങ്കിലൊക്കെ കാണാൻ ഉദ്ദേശിക്കുന്നവർ, നമ്മളെ നാട് കാണാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഇവിടെ വന്നാൽ ഈ നാടൊക്കെ കാണാം. ഇങ്ങനെ കിലോമീറ്ററുകളോളം കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ആറുണ്ട്. അന്നൊക്കെ നമ്മൾ ഈ പിന്നെ ആറ്റിലൊക്കെ പോയി കുളിക്കുമായിരുന്നു. നല്ല മലവെള്ളം വരുന്ന സമയത്തൊന്നും പോകാൻ പാടില്ല, ഭയങ്കര അപകടം വരുന്നത്. കാരണം പെട്ടെന്ന് ഇങ്ങനെ കുത്തൊലിച്ച് വെള്ളം വരികയാണെങ്കിൽ അത് അപകടത്തിൽ പെടും നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊന്നും പോകാതെ മഴ സീസൺ അല്ലാത്ത സമയത്തൊക്കെ പോയാൽ ഈ ആറ് നമുക്ക് കാണാനൊക്കെ പറ്റും. അപ്പോൾ അത് മലയുടെ ഉള്ളിലൂടെ ഇങ്ങനെ ഒഴുകുന്ന ഒരു ആറാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട്. എണ്ണപ്പനയിലുമായിട്ട് ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് വലിയൊരു ഇതാണ്. നമ്മളിവിടെ കുട്ടിക്കാലത്ത് കുറേ ഓടി നടന്ന് കളിച്ച സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് എന്നാലും നമ്മൾ ആ പഴയ ഒരു ഓർമ്മകൾ നമുക്കിതൊക്കെ കാണുമ്പം ഇവിടെ വരുമ്പോഴൊക്കെ വളരെ സന്തോഷമാണ്. അതൊക്കെ നമ്മൾ പഴയ കാലത്ത് ഇവിടെയൊക്കെ നടക്കുകയും വരികയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ വന്നിങ്ങനെ കാണാനും ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. ഇവിടെ കാഴ്ചകളൊക്കെ ഒരുപാട് കാണാനുണ്ട്. അപ്പം ഇതാണ് എണ്ണപ്പന. ഞാൻ ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. അതിൻ്റെ പനയുടെ ഒരു ഇതുണ്ടല്ലോ, കൊല പനങ്കായൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് അതിൻ്റെ പനങ്ക. ശരിക്കത് നല്ല കളറിൽ, നല്ല മഞ്ഞ കളറിലും ചുവപ്പ് കളറൊക്കെ ആയിട്ട് ശരിക്കും ഈത്തപ്പഴം പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അല്ല, ഇപ്പം അത് ചെറിയ ഒരു കൊല വന്ന് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ പൊടിച്ച് അത് ശരിക്കും പരുവായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പരുവായത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ ചുറ്റൊന്നും കാണുന്നില്ല. അല്ല, ഈ പൂത്ത് വരുന്നൊരു സമയം, എനിക്കൊരു സീസണല്ല, ഈ മഴ സീസണിലല്ല ഇത് പൊടിക്കുക. അപ്പോൾ എന്തായാലും മറ്റുള്ള എല്ലാത്തിലും നോക്കുമ്പോഴും ഒന്ന് കണ്ട ഒന്നിലും എൻ്റെ കായ്കൾ കാണുന്നില്ല, എല്ലാം പൂത്ത് വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനിയൊരു ദിവസം വരുമ്പോഴത്തേൻ്റെ നല്ല കായൊക്കെ കാഴ്ച നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് വിടാം, വീഡിയോസ് വിടാം.